ടെക് വ്യൂ ലെസൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. C++ ഊപ്സ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഊപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഊപ്പ് സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ആ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ്. നമ്മുടെ മെയിൻ കൺസെപ്റ്റ്സ്, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് മെയിൻ കൺസെപ്റ്റാണ് ക്ലാസസും ഒബ്ജക്ട്സും. അപ്പോൾ എന്താണ് ക്ലാസസ്, എന്താണ് ഒബ്ജക്ട്സ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, we can say C++ is an object-oriented programming language. C++ലെ പ്രോഗ്രാം സ്ട്രക്ചർ, C++ലെ എല്ലാ പ്രോഗ്രാമും ക്ലാസ്സസും ഒബ്ജക്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ മെത്തേഡ്സ്, ഇതെല്ലാം ക്ലിയർലി C++ പ്രോഗ്രാംസിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി സി വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റ്. An object can be defined as an entity that has some characteristics or property. Entity എന്ന് പറയുമ്പോൾ എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ്. ഏതൊരു തിങ്ങും നമ്മൾ റിയൽ വേൾഡ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിയൽ വേൾഡിൽ കാണുന്ന ഏത് തിങ്ങിനെയും നമുക്കൊരു ഒബ്ജക്റ്റ് എന്ന് പറയാം. പക്ഷേ ആൻ ഒബ്ജക്റ്റ് എന്ന് പറയണമെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. ആൻ ഒബ്ജക്റ്റ് ഈസ് സംതിങ് വിച്ച് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്, ദാറ്റ് ഹാസ് സം പ്രോപ്പർട്ടീസ്. അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. സോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കാർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആകാം. കാർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ആവുന്നത്? കാർ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്. കാറിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം, കാറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, കാറിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കാണും. ദറ്റ് മീൻസ് ഒരു കാർ എടുക്കുമ്പോൾ ആ കാറിന് കളർ പറയാം, കാറിൻ്റെ മോഡൽ, കാറിൻ്റെ മാനുഫാക്ചറർ നെയിം, കാറിൻ്റെ പ്രൈസ്, ഇതെല്ലാം കാറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. സോ അങ്ങനെ ഒരു എൻറ്റിറ്റി നമുക്കിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് റെഫർ ചെയ്യുന്നത്. സോ കാർ ഈസ് ആൻ ഓബ്ജക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, എല്ലാ ഓബ്ജക്റ്റും അസോസിയേറ്റ് ചെയ്യുന്ന രണ്ട് ടേംസാണ് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ളത്. വാട്ട് ഈസ് ആൻ ആട്രിബ്യൂട്ട്? ഒരു ആട്രിബ്യൂട്ടിൻ്റെ ഡെഫിനിഷൻ, ആൻ ആട്രിബ്യൂട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓബ്ജക്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് എന്ന് പറയണം. ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഓബ്ജക്റ്റ് ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് ഹാസ് സം പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസിനെയാണ് ഇവിടെ ആട്രിബ്യൂട്ട് എന്ന് റെഫർ ചെയ്യുന്നത്. ആ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് റെഫർ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കാർ, ആ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്, കളർ, മോഡൽ, മാനുഫാക്ചറർ അല്ലെ പ്രൈസ്, ഇതൊക്കെ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ദെൻ മെത്തേഡ്. വാട്ട് ഈസ് എ മെത്തേഡ്? മെത്തേഡ് റെഫർ ടു ദ ഫങ്ഷൻ ഇറ്റ് പെർഫോം. ഒരു ഒബ്ജക്റ്റ് പെർഫോം ചെയ്യുന്ന ഫങ്ഷനെയാണ് മെത്തേഡ് എന്ന് റെഫർ ചെയ്യുന്നത്. സോ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ത് പെർഫോം ചെയ്യുന്നു? കാറിൽ എന്ത് നമുക്ക് പെർഫോം ചെയ്യാം? കാറിൻ്റെ ആക്ഷൻസ്, നമ്മൾ കാർ യൂസ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യാൻ. സോ ഡ്രൈവ് എന്ന് പറയുന്നത് കാറിൻ്റെ ഒരു ഫങ്ഷനാണ്. ബ്രേക്ക്, ഓപ്പൺ ഡോർ, ഇതെല്ലാം കാറിൽ പെർഫോം ചെയ്യാവുന്ന ഫങ്ഷൻസ് ആണ്. സോ ദീസ് ഫങ്ഷൻസ് ആർ റെഫേർഡ് ആസ് മെത്തേഡ് എന്ന് പറയും. സോ ഏതൊരു ഒബ്ജക്റ്റും ഒബ്ജക്റ്റ് ആകണമെങ്കിൽ ആ ഒബ്ജക്റ്റിന് ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഡെഫിനിഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ അറിയുന്ന കൺസെപ്റ്റ് ക്ലാസ്. വാട്ട് ഈസ് എ ക്ലാസ്? എ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഹാവിങ് സിമിലർ പ്രോപ്പർട്ടീസ്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സിൻ്റെ ഒരു കളക്ഷനാണ്. കോമൺ പ്രോപ്പർട്ടീസ് ഷെയർ ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സിനെയും നമുക്കൊരു ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് ക്ലാസ് എന്ന് പറയുക. പ്രോഗ്രാമിംഗ് ബേസിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൽ ഒരു ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ്സ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ദാറ്റ് വി ക്യാൻ യൂസ് ഇൻ അവർ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാവുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് ക്ലാസ് എന്ന് നമുക്കൊരു ഡെഫിനിഷൻ പറയാം. സോ ലെറ്റ് us see how to create ക്ലാസ്സസ്. ഒരു C++ പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ സിൻടാക്സ് എന്താണ്, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്? ടു ക്രിയേറ്റ് എ ക്ലാസ് യൂസ് ദ കീവേഡ് ക്ലാസ്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രോഗ്രാമിനകത്ത് നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ സിൻടാക്സ് പറയുന്നത് ക്ലാസ്, ഒരു സ്പേസ് കൊടുക്കുക, ക്ലാസ്സിനൊരു പേര് കൊടുക്കുക,
കേർലി ബ്രാക്കറ്റ്സ് ബ്ലോക്ക് ഓപ്പൺ ചെയ്യുക, അതിനുള്ളിൽ എഴുതുന്നെല്ലാം ക്ലാസ്സിൻ്റെ മെമ്പേഴ്സ്. ക്ലാസ് എവിടെ തീരുന്നു അവിടെ കേർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക, ദെൻ സെമിക്കോളൻ ഇടുക. അതാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സിൻടാക്സ് എന്ന് പറയും. ദ ക്ലാസ് ഇസ് എ കീവേഡ് വിച്ച് ഇസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ക്ലാസ്. എപ്പോഴും അത് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. പ്രോഗ്രാം എഴുതുമ്പോൾ C++ പ്രോഗ്രാമിങ്ങിനകത്ത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്ലാസ് എന്ന കീവേഡ് തന്നെ യൂസ് ചെയ്യണം. ആ ക്ലാസ്സിനൊരു ക്ലാസ് നെയിമും കൊടുക്കണം. ക്ലാസ് നെയിം ഈസ് എ നെയിം ഗിവൺ ടു ദി ക്ലാസ്. സോ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റിംഗ് എ ക്ലാസ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ഞാനിവിടെ ക്ലാസ് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് ഓപ്പൺ ചെയ്യുക, പബ്ലിക് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് പബ്ലിക് ഇസ് നോൺ ആസ് ആക്സസ് സ്പെസിഫയേഴ്സ്. പബ്ലിക് എന്ന് പറയുന്ന കീവേഡ് ആക്സസ് സ്പെസിഫയർ എന്നറിയപ്പെടും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആക്സസ് സ്പെസിഫയേഴ്സിനെ കുറിച്ച് പറയാം. ഇപ്പോൾ പബ്ലിക് എന്ന് പറയുന്നത് നമ്മൾ ഒരു കീവേഡ് നമ്മളൊരു ക്ലാസ്സിനകത്ത് യൂസ് ചെയ്താൽ ഈ ക്ലാസ്സിന് വെളിയിൽ ഔട്ട്സൈഡ് ദ ക്ലാസ് മറ്റു മെമ്പേഴ്സിന് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് ആക്സസിബിൾ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ എന്താണ് ആക്സസ് സ്പെസിഫയേഴ്സ്, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് പറയാം. സോ അത് കഴിഞ്ഞിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് എക്സ്, സ്ട്രിങ് വൈ. സോ 2 വേരിയബിൾസ് ആണിത്. ഈ 2 വേരിയബിൾസിനെയും നമുക്ക് ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഈ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യുന്നതായതുകൊണ്ട് അതിനെ ക്ലാസ് മെമ്പേഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഒന്ന് ഇൻറ്റിജർ വേരിയബിളും ഇനി ഒന്ന് സ്ട്രിങ് വേരിയബിളുമാണ് പറയുന്നത്. ഇനി എവിടെയാണോ ക്ലാസ് ഡെഫിനിഷൻ കഴിയുന്നത് അവിടെ ബ്ലോക്ക് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടണം. ഇട്ട് അതിന് എൻഡ് ചെയ്യിപ്പിക്കണം. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എൻഡ് ഓഫ് ക്ലാസ് ഡെഫിനിഷൻ. സോ ഇത്രയും ആയി കഴിയുമ്പോൾ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇനി ഓബ്ജക്ട്സ്. ഹൗ ടു ക്രിയേറ്റ് ആൻ ഓബ്ജക്റ്റ്. പ്രോഗ്രാമിനകത്ത് എങ്ങനെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇൻ C++, an object is created from a class. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഒരു ഓബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടു ക്രിയേറ്റ് ആൻ ഓബ്ജക്റ്റ് യൂസ് ദ ഫോളോയിങ് സിൻടാക്സ്. ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിൻടാക്സ് എന്ന് പറയുന്നത് ക്ലാസ് നെയിം സ്പേസ് ഇടുക, ഓബ്ജക്റ്റ് നെയിം സെമിക്കോളൻ. ക്ലാസ് നെയിം എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൻ്റെ ആണോ നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കുക, പിന്നെ ഓബ്ജക്റ്റിനൊരു പുതിയ പേര് കൊടുക്കുക. എക്സാമ്പിൾ നേരത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ക്ലാസ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഓബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ആൻ ഓബ്ജക്റ്റ്. അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് എക്സാമ്പിൾ എന്നാണെങ്കിൽ എക്സാമ്പിൾ എന്ന് എഴുതുക, സ്പേസ് ഇടുക, അവിടെ ഇ എന്ന് പറയുന്നൊരു ലെറ്റർ യൂസ് ചെയ്യുക, സെമിക്കോളൻ. സോ ദിസ് ഇ ഇസ് ദി ഓബ്ജക്റ്റ് നെയിം. ഓക്കെ, ഇനി ഇ എന്ന് പറയുന്ന ഓബ്ജക്റ്റ് എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു? അതായത് ഇ എന്ന് പറയുന്ന ഓബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ മെമ്പേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു 2 മെമ്പേഴ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സ് എന്ന് പറയുന്ന വേരിയബിളും ഇനി ഒന്ന് വൈ എന്ന് പറയുന്ന വേരിയബിളും. ഈ എക്സിലേക്കും വൈയിലേക്കും വാല്യൂ കൊടുക്കുക, നമുക്ക് ഈ ഓബ്ജക്റ്റ് യൂസ് ചെയ്യാം. എക്സും വൈയും ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓബ്ജക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ എക്സാമ്പിളിൽ ക്ലാസ് ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നൊരു ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്. ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് എക്സാമ്പിൾ ഇ കൊടുത്തിട്ടുണ്ട്. സോ ആ എക്സാമ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് e.x is equal to 10. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 10 എന്ന വാല്യൂ അവിടെ അസൈൻ ചെയ്യുന്നു യൂസിങ് ദിസ് ഡോട്ട് ഓപ്പറേറ്റർ. ഈ ഓബ്ജക്റ്റ് ഡോട്ട് ഏത് ഓബ്ജക്റ്റ് ഒരു ഓബ്ജക്റ്റ് വഴി നമ്മളൊരു ക്ലാസ് മെമ്പറിനെ ആക്സസ് ചെയ്യാൻ നമ്മളിവിടെ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ദാറ്റ് ഓപ്പറേറ്റർ ഈസ് ഡോട്ട് ഓപ്പറേറ്റർ. അതുവഴി മാത്രമേ നമുക്ക് ആ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ e.y is equal to ഡബിൾ കോട്ട്സിൽ നമ്മളൊരു ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം cout e.x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ് എന്ത് ഇപ്പോൾ 10 എന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യും. സോ ഇത്രയാണ് C++ എന്ന് പറയുന്ന പ്രോഗ്രാമിങ്ങിൽ ക്ലാസ്സസും ഓബ്ജക്ട്സും ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സും വിത്ത് എക്സാമ്പിൾ. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ടെക്വ്യൂ ലെസൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ക്ലാസ്സുകളുമായി
ഇനിയും വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.